എല്ലാവർക്കും നമസ്കാരം. ഞാൻ സതീഷ് നായർ, ജ്യോതിഷം ആൻഡ് വാസ്തു സെൻറ്റർ ഏഴംകുളം. അപ്പോൾ നമ്മുടെ ജ്യോതിഷപരമായും വാസ്തുപരമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ. ഇത് നമ്മളെ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം 29 മാർച്ച് 2025 ശനി മാറുന്ന സമയമാണെന്ന്. അപ്പോൾ ശനിമാറ്റം മൂലം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഗുണങ്ങളുണ്ടാകുന്നത് അല്ലെങ്കിൽ ദോഷങ്ങളുണ്ടാകുന്നത് എന്ന് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ പറയുകയുണ്ടായി. ഇന്ന് നമുക്ക് ചില നക്ഷത്രക്കാർക്ക് എന്താണ് ഗുണങ്ങൾ, എന്താണ് ദോഷങ്ങൾ എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നമുക്ക് മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രങ്ങൾ കണക്കാക്കുന്ന ധനുക്കൂറിൽ, അപ്പം ധനുക്കൂറിലെ നക്ഷത്രങ്ങളാണ് ഈ മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രങ്ങൾ. ഉത്രാടം കാൽഭാഗമേ ഉള്ളൂ. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ശനി മാറുമ്പോഴുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ശനിമാറ്റമെന്ന് പറയുന്നത് കുംഭത്തിൽ നിന്ന് മീനത്തിലേക്കാണ് ശനി മാറുന്നത്. അപ്പം കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക് ശനി മാറുമ്പോൾ ഈ ധനു രാശിയിൽ നിൽക്കുന്നവർക്ക് ഇപ്പോൾ നിൽക്കുന്ന സ്ഥിതി എന്താണെന്നും മാറുമ്പോൾ ഉണ്ടാകുന്ന സ്ഥിതി എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് 3-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. 3-ാം ഭാവം എന്ന് പറയുന്നത് സഹോദര സ്ഥാനമാണ്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ശനി കൊണ്ട് നമുക്ക് ദോഷങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ജാതകന് അഭീഷ്ടസിദ്ധി, കാരണം കാര്യങ്ങളൊക്കെ ഒരുമാതിരി നടക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. കാരണം ഈ 3-ാം ഭാവം എന്ന് പറയുന്ന സ്ഥിതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏഴരശനി മാറിയ ഒരു സമയമാണ്. അപ്പോൾ ഏഴരശനി എന്ന് പറഞ്ഞാൽ ഈ ഗ്രഹസ്ഥിതിയിൽ 12-ാം ഭാവം, 1-ാം ഭാവം, 2-ാം ഭാവത്തിലേക്ക് നിൽക്കുന്ന ശനി ഇപ്പോൾ അത് മാറി 3-ാം ഭാവത്തിൽ 2.5 വർഷം സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അത് ഏഴരശനി മാറുമ്പോൾ കുറച്ച് ഗുണങ്ങളൊക്കെ നമുക്കുണ്ടാകും ജാതകസ്ഥിതി അനുസരിച്ച്. അപ്പോൾ അങ്ങനെ മാറിയിട്ട് നിൽക്കുന്നൊരു സമയമായതുകൊണ്ട് നമുക്ക് ഈ 2.5 വർഷക്കാലം നമുക്ക് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകാതെ ഇരിക്കും. പിന്നെ വ്യാഴത്തിൻ്റെ സ്ഥിതിയൊക്കെ മോശമാണെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങളുണ്ടാകും. ശനിയുമായിട്ട് ബന്ധപ്പെട്ട ദോഷങ്ങളൊന്നും നമുക്ക് ഈ സമയങ്ങളിൽ ഉണ്ടാകില്ല. അപ്പോൾ ഇപ്പം നമുക്കിനി ഈ 2025 മാർച്ച് കഴിയുമ്പോൾ 29-ാം തീയതി കഴിയുമ്പോൾ നമുക്ക് ശനി മാറുന്നത് നമുക്ക് 4-ാം ഭാവത്തിലേക്കാണ്. അപ്പോൾ 4-ാം ഭാവത്തിൽ മാറുമ്പോൾ നമുക്ക് ഈ 3-ാം ഭാവത്തിലെ ഗുണങ്ങളായിരിക്കില്ല നമുക്ക് ശനിക്ക് കിട്ടുന്നത്. 4-ാം ഭാവം കണ്ടകശനി വരുന്നൊരു സമയമാണ്. അപ്പോൾ ശനി നമുക്ക് കണ്ടകശനിയിലേക്ക് പോകുന്നൊരു സ്ഥിതിയിൽ നമുക്ക് മനോദുഃഖം, ധനനഷ്ടം, പിന്നെ അതുപോലെ തന്നെ കലഹങ്ങൾ, ഇതൊക്കെ നമുക്ക് ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ട ഒരു സമയം കൂടാണ്. അപ്പോൾ നമുക്ക് അസുഖങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചികിത്സ ചെയ്യണം. പിന്നെ നമ്മൾ സ്വയമായിട്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കലഹങ്ങൾക്കൊന്നും പോകരുത്. അതുപോലെ തന്നെ നമുക്ക് ധനനഷ്ടം, മനോദുഃഖം, അതുപോലെ ധനമായിട്ട് ബിസിനസ് ചെയ്യുന്നവരൊക്കെ കൂടുതൽ ധനം മുടക്കുന്ന സ്ഥിതിയിലേക്ക് പോകരുത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ നമുക്ക് ഈ ഗുണങ്ങളിൽ നിന്ന് നമുക്ക് മുക്തമാവാം. കാരണം നമുക്ക് വലിയ ദോഷങ്ങളൊന്നും അനുഭവപ്പെടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം ഈ ധനുരാശിയിൽ നിൽക്കുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് ഇപ്പം 3-ാം ഭാവത്തിലെ ശനി 4-ാം ഭാവത്തിലോട്ട് വന്ന് കണ്ടകശനിയായി മാറുന്നൊരു സ്ഥിതിയാണ്. അത് മാർച്ച് മാസമേ ഉള്ളൂ. അപ്പോൾ ഇറങ്ങുന്ന സമയത്തിലും കയറുന്ന സമയത്തിലും നമ്മൾ ശനിയുടെ മാറ്റങ്ങൾ സൂക്ഷിക്കണം എന്നാണ്. പിന്നെ ഇതിന് ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. ശനിക്ക് വേണ്ടി നമുക്ക് ഈ ഹനുമാൻ ക്ഷേത്രത്തിലൊക്കെ വെറ്റിലമാല ഒക്കെ നമുക്ക് ചാർത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ ഉത്തമമായിരിക്കും. അപ്പം കണ്ടകശനി വരുമ്പോഴും നമ്മൾ അതൊക്കെ ചെയ്യുന്നത് കൊണ്ട് കുറേ ദോഷപരിഹാരങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്നതാണ്. ഓക്കെ. അപ്പോൾ ഈ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാരുടെ ശനിമാറ്റം മൂലം ഇതൊക്കെയാണ് ഗുണങ്ങളും ഇതൊക്കെയാണ് ദോഷങ്ങളും എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ദിവസം മകരക്കൂറിലുള്ള നക്ഷത്രക്കാരുടെ സ്ഥിതിവിശേഷമായിരിക്കും പറയുന്നത്. അപ്പോൾ ഇന്ന് ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്ന് നിർത്തുന്നു. നമസ്കാരം.